ആ സത്തു കല്യാണം കഴിഞ്ഞിട്ട് വന്നാ എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണോ? അടിപൊളി കല്യാണം, ഒന്നും പറയാനില്ല. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആണോ? റൂമിൽ ഇരുന്നിട്ട് പറയാന്നല്ലേ. ആയിക്കോട്ടെ. ആ ഓക്കേ. അതെ, എന്തൊക്കെ നല്ല ഹാപ്പിയിലാണല്ലോ. പറയണെങ്കിൽ കൊറേ പറയാനുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ മകളുടെ കല്യാണമാണ്. അവരത്ര വലിയ കഴിവുള്ള പാർട്ടിയൊന്നും അല്ല. അപ്പൊ ഞാനവിടെ ചെന്നതൊക്കെ നമ്മൾ മൊത്തത്തിൽ ഒന്ന് അവിടെ വീക്ഷിക്കുമല്ലോ. അപ്പൊ വെൽക്കം ബോർഡ് മുതൽ സ്റ്റേജ് വരെ ഡെക്കറേഷൻ അവർക്ക് പറ്റണ രീതിയിൽ, അവരടുത്ത് സാമ്പത്തികം എത്ര ഉണ്ട്, കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അവർക്ക് പറ്റണ രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കാം. അടിപൊളി. അത്രയും മനോഹരമായിട്ട്, വളരെ ലേറ്റ് ആയിട്ട് എന്നാ മനോഹരം, നല്ല രസം. അപ്പൊ ഞാനത് കണ്ടപ്പോ ഞാൻ അതിശയപ്പെട്ടു പോയി. എത്ര രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡിന്റെ ഭാഗത്തേക്ക് ചെന്നപ്പോ അത്ഭുതപ്പെട്ടു പോയി. മട്ടൻ ബിരിയാണി, കുഴിമന്തി, ചിക്കൻ ചുക്ക, 1.5-2 കിലോന്റെ അടുത്ത് വരുന്ന വലിയ മീന് പൊള്ളിച്ചത് ഒരു ടേബിളിൽ 3 വെച്ചിട്ട്. അടിപൊളിയല്ലോ. പിന്നെ ഐക്കൂറ കറി വെച്ചത്, നാടൻ ചോറ്, അത് കൂടാണ്ട് ഒരു 10-12 തരം ഉപ്പേരികള്, ടേബിൾ ഫില്ല്. അപ്പോ എന്റെ ഫ്രണ്ടിന്റെ മകളുടെ കല്യാണമാണല്ലോ. ഫ്രണ്ടിന് പേടി അവിടെ ഭക്ഷണത്തിന്റെ സ്ഥലത്ത് എന്തായിരിക്കും അവസ്ഥ. അപ്പൊ ഒന്ന് പോയി നോക്കിയപ്പോ തടഞ്ഞവര്, ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, ഞങ്ങൾ നോക്കിക്കോളാം എല്ലാ കാര്യങ്ങളും. അടിപൊളി സർവീസ് ആണല്ലേ. ഭയങ്കര ഗംഭീര സർവീസ്, ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ സ്റ്റേജിമ്പലത്തെ കാര്യം നോക്കിക്കോളൂ എന്നാ പറഞ്ഞത്. അത് ശരി. ഒരാളോടെ ബെഞ്ചിന്റെ അടുത്ത് നിൽക്കുക, ടേബിളിന്റെ അടുത്ത് നിൽക്കുക, തീരുമ്പോ ഇങ്ങനെ ഫില്ല് ചെയ്തോണ്ടിരിക്കാം. അത് കൂടാണ്ട് അത് കഴിഞ്ഞേക്ക് 3 തരം ഐസ്ക്രീം, പിന്നെ വെൽക്കം ഡ്രിങ്കിന്റെ കാര്യം ഒരു 4 തരം വേറെ. അല്ലക്ക, ഒരു കാര്യം ചോദിക്കട്ടെ ഞാന്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഇത് ഏതാ ടീം, എന്താ ഇവിടെ എന്താന്നൊക്കെ ഒന്ന് പറഞ്ഞേ. അതൊക്കെ ഞാനും പറയാം, ഈ കേട്ടിണ്ടാവും. ഒന്ന് പറഞ്ഞേ, കേട്ടിട്ടുണ്ട്? അങ്ങനത്തെ ഒരു ടീമിനെ കേട്ടിട്ടുണ്ടാ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോളുടെ കല്യാണം ഉണ്ടായിരുന്നു കുറച്ച് മുന്നേ. അപ്പോ ചങ്ങരംകുളം ഭാഗത്തായിരുന്നു. അപ്പോ ഏതോ ഒരു നടക്കാവുള്ള ഒരു ടീമിന്റെ എന്താ ലെവാൻസ് ആണോ? അനക്കാണ് സമ്മാനം. ഇത് കേട്ടപ്പോഴേക്ക് തോന്നിക്ക, സത്യം പറഞ്ഞാലേ ലെവാൻസോ. അപ്പൊ ഞാൻ അന്വേഷിച്ചത് ഏതാണ് ടീം എന്ന്. അപ്പോഴും പറഞ്ഞിട്ട് ലെവാൻസോ. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ അവിടെയുള്ള ആൾക്കാരായിട്ട്, ഇതിന്റെ ആൾക്കാരായിട്ട് തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്തപ്പോ അവരെന്നോട് പറഞ്ഞത്, എത്ര കുറച്ച് ആൾക്കാരാണെങ്കിലും, എത്ര വലിയ ആൾക്കാരാണെങ്കിലും, എത്ര കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ വളരെ ഗംഭീരമായിട്ട് തന്നെ അവർക്ക് ഒതുങ്ങാവുന്ന റേറ്റിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഇതെന്റെ ഫ്രണ്ട് ഒരിക്കൽ പറയണ്ടായിരുന്നു, അതിന്റെ എന്തോ ഒരു മാനേജറെ കുറിച്ച്, എന്തോ ഫാരിസ് ആളാണോ? അപ്പൊ ആള് കണ്ട് സംസാരിച്ചപ്പോ ആളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ പറഞ്ഞിരുന്നു. ഒരു 100 ആള് മുതൽ, അല്ലെങ്കിൽ പിന്നെ അവർക്ക് നഷ്ടാവും, 100 ആള് മുതൽ മുകളിലേക്ക് അവര് എത്ര ആളുണ്ടെങ്കിലും, എത്ര വലിയ സെറ്റപ്പിലാണെങ്കിലും അവർ ചെയ്യും. ചെറിയ രീതിയിൽ വേണമെങ്കിൽ അതും അതിമനോഹരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും അവർ ചെയ്തു കൊടുക്കും. അവരുടെ കോണ്ടാക്ട് നമ്പർ മേടിച്ചില്ലേ? കോണ്ടാക്ട് നമ്പർ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, ഫ്രണ്ടിന്റെ മകളുടെ കല്യാണമാണല്ലോ, ഞാൻ ചോദിച്ചു, മോനെ ഡാ ഇങ്ങോട്ട് വന്നടാ പറഞ്ഞു. എന്താണ്, ഭയങ്കര ഗംഭീര സൽക്കാരാണല്ലോ ഫുഡൊക്കെ, എന്താണ് റേറ്റ് എന്ന് ചോദിച്ചപ്പോ ഞാൻ ഉദ്ദേശിച്ചതിന്റെ പകുതി റേറ്റ് പോലും ഇല്ല. സത്യം, ഞാൻ ഞെട്ടിപ്പോയി, അത്ഭുതപ്പെട്ടു പോയി. നന്നായി കഴിച്ചിട്ടുണ്ട്. ഒരുപാട് കല്യാണത്തിന് പോയിട്ടുള്ള ആളെ ഞാൻ. പക്ഷെ ഇത്ര സെറ്റപ്പ്, അവരുടെ ആ സെറ്റപ്പ് എന്ന് പറഞ്ഞാല് അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടല്ലോ. ടേബിളിന്റെ ഫുഡ് കൊടുക്കുന്നതും ഒക്കെ വൃത്തി കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് ആക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ഫുഡ് ഉണ്ടല്ലോ, അത്
അതിന്റെ ഉടമസ്ഥൻ ആരാണോ അവരോട് ചോദിച്ചിട്ട് അവരെ ഇഷ്ടപ്രകാരം ഒന്നെങ്കിലും വീട്ടിലെത്തിക്കും, അതല്ലെങ്കിൽ വേറെ എന്താ അവർ പറയുന്നത് അതുപോലൊക്കെ വൃത്തിയായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്ന ഒരു ടീം. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ അല്ലേ, നമ്മളെ വീട്ടിൽ ഫംഗ്ഷൻ വരുവാണെങ്കിൽ എന്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞു, കംപ്ലീറ്റ് പറഞ്ഞു. ഓക്കെ.